ഇമ്പോർട്ടഡ് സുഗുണ സ്യൂട്ട് കേസ് ടൈപ്പ് സൗണ്ട് കുറവാണ് കേട്ടോ. സൈലന്റ് ടൈപ്പ് ജനറേറ്റർ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ വീണ്ടും കോയമ്പത്തൂരിലുള്ള കോവായ് പവർ സർവീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ജനറേറ്റേഴ്സ് സപ്ലൈ ചെയ്യുന്ന ടീമാണ്. കടയുടെ സ്ഥാപനത്തിന്റെ ഓണർ നമ്മളെ കൂടെ ഉണ്ട്. സിദ്ദീഖ് ഭായ്, ഇത് ഏത് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ ജനറേറ്റർ? ഇത് വന്നിട്ട് വീട്ടിലേക്ക് കൃഷിക്കൊക്കെ യൂസ് ചെയ്യാം. അതെ, ഇത് 3000 വാട്ട്സ് 3000 അല്ലേ? അതെ, എക്സലന്റ്. ഓക്കെ, പെട്രോൾ എക്സലന്റ്. എക്സലന്റ് 3 kV. ഓക്കെ. ഇതിനെ കുറച്ച് വലുത് പിന്നെ വരുന്നത് വലുത് വരുന്നത് 5 kV ഉണ്ട് അവിടെ ഉള്ളു അല്ലേ? 5 kV. ഇതാണോ? ഇത് 5 kV. ഇത് വന്നിട്ട് 5 kV. നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഫ്യൂൽ കൺസംഷൻ ഒക്കെ എങ്ങനെയാ? 1 മണിക്കൂർക്ക് 1.25 ലിറ്റർ. അതാണെങ്കിലോ 3 kV നമ്മൾ നേരത്തെ 1 അവർക്ക് 1 ലിറ്റർ. 1 മണിക്കൂർ 1 ലിറ്റർ അല്ലേ? ഇതിലെന്താ ഓടിക്കാൻ പറ്റും നമുക്ക്? ഇതിൽ വന്നിട്ട് നമ്മള് 2 HP മോട്ടർ, 2 ടൺ AC, പിന്നെ എല്ലാ കൺസ്ട്രക്ഷൻ വെൽഡിങ് അടിക്കാം, എല്ലാം ചെയ്യാം 5 kV. 1 kV ആവുമ്പോ 1 HP മോട്ടർ, ലൈറ്റിംഗ് ഫാന്, പിന്നെ സൗണ്ട് സിസ്റ്റം പാട്ടിക്കൂടെ അവർക്കൊക്കെ യൂസ് ആവും. സ്ഥാപനം വരുന്നത് കോയമ്പത്തൂരിലാണ്, കോവായ് പവർ സർവീസ്. നമ്മളെ ഷോപ്പിലേക്ക് വരാനുള്ള വഴിയൊന്ന് പറഞ്ഞു കൊടുക്കാം. റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് വാക്കിങ്ങിൽ വരാം, 1/2 കിലോമീറ്റർ. റെയിൽവേ സ്റ്റേഷൻ കളക്ടർ ഓഫീസിന്റെ അതിന്റെ ബാക്ക് സൈഡിൽ ഫ്ലൈ ഓവറിന്റെ താഴെ ഈസി. പിന്നെ ബസ് സ്റ്റാൻഡിൽ ഗാന്ധിപുരം വന്നിട്ട് അവിടെ നിന്ന് വരാം 1/2 കിലോമീറ്റർ. അതെ. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 kV അല്ലേ? അതെ, 3 kV. 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി. ടാങ്ക് കപ്പാസിറ്റി 15 ലിറ്റർ അല്ലേ? ഇതൊന്ന് 3.5 പറഞ്ഞാൽ 3000 വാട്ട്സ് ഔട്ട് കിട്ടും. പെട്രോളിയം കൊണ്ട് ഇതാ ഇങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാം. സെൽഫ് സ്റ്റാർട്ടറാ. സെൽഫ് അടിക്കുക. പിന്നെ വേണമെങ്കിൽ റോപ്പിലും സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്, 2 ഔട്ട്പുട്ട് ഉണ്ട്. രണ്ടിലും ഔട്ട് എടുക്കാം. ഇത് ശരിക്കും നമുക്ക് വീട്ടിലെ യൂസേജിനൊക്കെ അല്ലേ പറ്റുള്ളൂ? വീട്ടിൽ ഉപയോഗിക്കുന്ന. പിന്നെ കൺസ്ട്രക്ഷൻ ഇത് പൊട്ടിക്കാനൊക്കെ കൺസ്ട്രക്ഷൻ വർക്കിന് മോട്ടർ, ഇത് പൊട്ടിക്കുന്ന മെഷീന്, പിന്നെ ഹാൻഡ് കട്ടർ ഇതൊക്കെ ഉപയോഗിക്കാം. 5000 വാട്ട്സ് ആണെങ്കിൽ വെൽഡിംഗ് മെഷീൻ അടിക്കാം. അതേ സെയിം മെത്തേഡ്. സെൽഫ് സ്റ്റാർട്ടർ, റോപ്പ് സ്റ്റാർട്ടർ ഉണ്ട്, ഡബിൾ ഔട്ട്പുട്ട്. ഇത് വെൽഡിംഗ് അടിക്കാം, 2 HP 2 ടൺ AC ഓട്ടിക്കാം, വീട്ടിൽ 2 HP മോട്ടർ ഓട്ടിക്കാം, റണ്ണിങ് എല്ലാം ചെയ്യാം. ഇത് എത്ര ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്? 25 ലിറ്റേഴ്സ്. ഇത് വെറും പെട്രോൾ മാത്രം. പിന്നെ ഇതാണെങ്കിൽ ഇതൊന്ന് 7 kV 9.5 മോഡല്. 7 kV ഔട്ട്പുട്ട്. ഇത് അതുപോലെ തന്നെ പെട്രോള്, സെൽഫ് സ്റ്റാർട്ടർ വലിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് 9500 പറഞ്ഞാൽ 7000 ഔട്ട്. ഇതിൽ വന്നിട്ട് 3 ടൺ AC മറ്റേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ കയ്യിൽ ഏതൊക്കെ ബ്രാൻഡുകളാണുള്ളത്? എക്സലന്റ്, പിന്നെ ആൽഫ ഇപ്പൊ നല്ല പോകുന്നുണ്ട് അല്ലേ? ആൽഫയിൽ ഏതൊക്കെ വരുന്നത്? എല്ലാം മാക്സിമം നമ്പർ 1 ഇതല്ല, രണ്ടും സെയിം ക്വാളിറ്റി. പിന്നെ ഇവിടെ കണ്ടില്ലേ ചെറിയ കുഞ്ഞി ജനറേറ്റർ, ഇതാണ് സുഗുണ അല്ലേ? ഇത് സുഗുണ പവർ. ഇത് വന്നിട്ട് കോയമ്പത്തൂർ സുഗുണ അല്ല, ഇമ്പോർട്ടഡ് സുഗുണ. ഇത് വന്നിട്ട് നിങ്ങൾക്ക് 2 kV വലിക്കുന്ന ടൈപ്പ്. 2 kV സ്യൂട്ട് കേസ് ടൈപ്പ്. ഇത് 2 kV സൈലന്റ് ടൈപ്പ്. സൈലന്റ് ആണല്ലേ? ഇത് വന്നിട്ട് 1 ലിറ്റർ ഊത്തി 2 മണിക്കൂർ ഓടും. അതേപോലെ തന്നെ ഇത് വന്ന് 3 kV. ഇത് 2 kV, ഇത് 3 kV. ഇത് സെൽഫ് മോഡൽ. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഈ മോഡല് 7500 മോഡല്, 6000 ഔട്ട്. ഇത് സ്യൂട്ട് കേസ് ടൈപ്പ് സെയിം. അങ്ങനെ തലയിട്ട് പോകാൻ ഈസി ആയിട്ടുണ്ടാവും. ഇതൊക്കെ സ്യൂട്ട് കേസ് ടൈപ്പ് ലേറ്റസ്റ്റ് മോഡൽ. സ്റ്റാർട്ട് ആയി കാണിച്ചതാണ്. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. റോപ്പാണത്. നല്ല സൗണ്ട് കുറവാണ് കേട്ടോ. സൗണ്ട് അധികമല്ല. സൈലന്റ് ടൈപ്പ് ജനറേറ്റർ സുഗുണയുടെ. റോപ്പ് ടൈപ്പ്. അതിൽ തന്നെ ഇത് സെൽഫ് ആണല്ലേ? തീർച്ചയായും. ഇത് സെൽഫ് സ്റ്റാർട്ട് ആണ്. സുഗുണയുടെ തന്നെ സൗണ്ട് കുറഞ്ഞ ജനറേറ്റർ കണ്ടോ? അതിൽ തന്നെ ഇതും അതേപോലെ തന്നെ ഓഫ് ചെയ്തു. ഇതും സെൽഫ് ആണല്ലേ? ഇത് സെൽഫ്. സൈലന്റ് മോഡൽ, സിംഗിൾ ഫേസ്. ഇത് ആന്റി ടൈപ്പ്. സൗണ്ട് ഇല്ല കേട്ടോ, സൗണ്ട് ഇല്ലാത്ത ജനറേറ്റർ ആണ്. അപ്പൊ 3 ബ്രാൻഡാ ഉള്ളത്, സുഗുണ, ആൽഫ. ഇല്ല, നമ്മുടെ അടുത്ത് എക്സലന്റ്, ആൽഫ, സുഗുണ. സുഗുണ வந்து ലേറ്റസ്റ്റ് ഇപ്പോ സൈലന്റ് ടൈപ്പ്. ആൽഫയിൽ ഏതൊക്കെ വരുന്നത്? 3 kV, 5 kV, 7 kV, 10 kV. 10 kV ഉണ്ട്. 10 kV നമുക്ക് എത്ര ടാങ്ക് കപ്പാസിറ്റി? 25 ലിറ്റേഴ്സ്.
10 kV പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയോ സിംഗിൾ ഫേസ് ഉപയോഗിക്കാം 3 ഫേസ് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ഡബിൾ മെത്തേഡ്. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഇതിലും 10 kV. ഓക്കെ. പറഞ്ഞാൽ എക്സലന്റില് സിംഗിൾ ഫേസ് ഉപയോഗിക്കാം 3 ഫേസ് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ. ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി 25 liters. 25. ഓക്കെ ഓക്കെ. ഫ്യൂൽ കൺസംഷൻ എങ്ങനെയാ? ഇത് വന്ന് 2 liters 1 hour. 1 അവർക്ക് 2 ലിറ്റർ പെട്രോൾ വേണം. 7 kV ആണെങ്കിൽ 1.5 കുടിക്കും. 1.5. പിന്നെ 5 kV ആണെങ്കിൽ 1.25 liters. 1.25 ലിറ്റേഴ്സ് 1 hour. ഓക്കെ. ഇതിൽ നമുക്ക് എന്തൊക്കെ ഓടാൻ പറ്റും ഏകദേശം? ഇൻഡസ്ട്രിയൽ പർപ്പസ്. 10 kV ലോഡ്, 5 HP മോട്ടർ, വെൽഡിംഗ് സെറ്റ് എല്ലാം അടിക്കാം ഇതിൽ. ഇൻഡസ്ട്രിയൽ പർപ്പസ്. അത് കാരണം സിംഗിൾ ഫേസ് 3 ഫേസ്. ഓക്കെ ഓക്കെ. സെൽഫ് സ്റ്റാർട്ടർ അതിന് വേണ്ടി. സെൽഫ് സ്റ്റാർട്ട് ആണ് മൊത്തം. റോപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? റോപ്പും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സെൽഫ് വർക്ക് ചെയ്തപ്പോ നമ്മൾ റോപ്പ് ഉപയോഗിക്കാം. ഓക്കെ. ഇതിന്റെ വാറണ്ടി എങ്ങനെയാ വരുന്നത്? 2 കൊല്ലം. 2 വർഷത്തെ വാറണ്ടി. ഓക്കെ ഓക്കെ. കേരളത്തിലുള്ള ആളുകളൊക്കെ ഇപ്പൊ ഇവിടെ നേരിട്ട് വരാറുണ്ടോ? എല്ലാരും വരുന്നുണ്ട്. കേരള മെയിൻ ബിസിനസ് ആണല്ലേ? കേരള കർണാടക. കേരള കർണാടക 2 സ്റ്റേറ്റിലെ. അതെ, കേരള കർണാടക. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് കോവായി പവർ സർവീസിലേക്ക് എത്തട്ടോ. നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. 9944070763. ഓക്കെ. ഈ നമ്പർ വിളിച്ചാൽ മതി. സർവീസ് ഫ്രീ ഉണ്ട്. പിന്നെ ആൾക്കാർ നാട്ടിൽ തന്നെ ചെയ്തു തരും സർവീസ് ഒക്കെ. ഓക്കെ. 1 day. ചില ആൾക്കാർ ഉടനെ വരും പറയും. അതല്ല, 1 day ഇന്ന് പറഞ്ഞ കാലത്തുണ്ടാവും അവിടെ. ഓക്കെ. ഫ്രീ സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. നല്ല സർവീസാ മെയിനാണ്. നമുക്ക് മെയിൻ എന്തിനാ സർവീസാ മെയിൻ. അത് ഓക്കെ ഓക്കെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ താഴത്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. നമ്മളെ വ്യൂവേഴ്സ് കോൺടാക്ട് ചെയ്താൽ എന്നാലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരള കസ്റ്റമർ, കർണാടക, പിന്നെ തമിഴ്നാട്ടില്. ഓക്കെ. നമ്പർ 1 കേരള. അവിടെ നിന്ന് പറഞ്ഞവർക്ക് ഒരുപാട് 9 years ആയിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊറുക്, ഇവിടെ കർണാടക, അവർ ഒരു 5-6 കൊല്ലമായിട്ട് അവർ. പിന്നെ എപ്പോഴും തമിഴ്നാട്ടിൽ കൂടുതൽ സപ്പോർട്ടുണ്ട് എപ്പോഴും അവർക്ക്. ഓക്കെ. താങ്ക്സ്. ഓക്കെ.